ഇപ്പോൾ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഭയങ്കര ചർച്ചാ വിഷയങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നസ്ലിൻ ഗഫൂറിൻ്റെ ഒരു ചെറിയ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ. ഒരു പയ്യൻ സെൽഫി എടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നെസ്ലിൻ കൈ തട്ടി മാറ്റി മാറാന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറാന്നൊക്കെ പറഞ്ഞ് പോണ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനിപ്പം പറയുന്ന ഈ ഒരു കാര്യം ഇത് കണ്ടപ്പോൾ എനിക്കെന്താണ് തോന്നിയത് എന്നുള്ളൊരു കാര്യം വളരെ ഗൗരവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി പോകണം. അതായത് നെസ്ലിനെ പറ്റി നമുക്കറിയാം. ഒരു വളർന്നു വരുന്ന ഒരു യൂത്ത് നടനാണ് നെസ്ലിൻ. തണ്ണീർമത്തൻ ദിനങ്ങളെന്ന് പറയുന്ന സിനിമയിൽ കൂടെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വന്ന് ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ക്ലച്ച് പിടിച്ച് പിന്നെ പ്രേമലു എന്ന് പറഞ്ഞ ഒരു സിനിമയിലൊക്കെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ചെറുക്കൻ ഇങ്ങനെ ഉയർന്നു വരെയായിരുന്നു. ഇവനെ ഉയർത്തിക്കൊണ്ടുവന്ന ആരാണ്? ഇവിടുത്തെ ജനങ്ങൾ ഇവൻ്റെ അഭിനയവും ഇവൻ്റെ സ്വാഗും ആറ്റിറ്റ്യൂഡും കണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവനെ ഇഷ്ടപ്പെട്ടത്. അപ്പം ഇവൻ്റെ കരിയർ ഒന്ന് ഡെവലപ്പ് ആയതിലൊക്കെ ഉള്ള ഒട്ടുമിക്ക പങ്കും ഇവിടുത്തെ ഓഡിയൻസിനുള്ളതാണ്. അപ്പം പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സാണ് ഇവനെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റാറാക്കി മാറ്റിയത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു പയ്യൻ്റെ അടുത്ത് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാൻ നേരത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പ്രവർത്തികളൊക്കെ വളരെ മോശമായ ഒരു പ്രവർത്തികൾ എനിക്ക് തോന്നുന്നു. നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോയും ഒക്കെ. ഇത്രയും ഒരു പ്രവൃത്തി ഇവൻ എന്തിൻ്റെ അർത്ഥത്തിലാണ് കാണിച്ചത് എന്നാണ് എനിക്കാദ്യം അറിയേണ്ടത്. ഒരു യൂത്ത് സ്റ്റാറാണ് ഇവൻ വളർന്നു വരുന്നത്. അപ്പോൾ ഇവനെ ഒരുപാട് പേർക്ക് സെൽഫി എടുക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കാണാത്തൊരിട്ട് ആരും കാണത്തില്ല. ഒരു നായകൻ നിൽക്കാൻ നേരത്ത് ഇത് ഒരു സെൽഫി കൊടുത്ത് ഇപ്പോൾ ഓവറാവുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഗാർഡ്സിനെ വെക്കാം, മറ്റേ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടല്ലേ, ബൗൺസേഴ്സ്, അവരെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇത് അങ്ങനെയൊന്നുമില്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സെൽഫി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നെസ്ലിൻ്റെ ആ ഒരു സ്റ്റാർഡമ്മിനോ അല്ലെങ്കിൽ പുള്ളിക്കോ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നെസ്ലിൻ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചതെന്ന് അറിയത്തില്ല. എന്നാലും ഇതൊത്തിരി കൂടുതലായിപ്പോയി എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതൊന്നും ഒരിക്കലും അറിയാതെ പറ്റിപ്പോയ ഒരു കാര്യമൊന്നുമില്ല. അറിയാതെ ചെയ്തു പോയതാണ് പെട്ടെന്നൊരു കാണിച്ചതൊക്കെ. മഹാ അഹങ്കാരത്തിൻ്റെ ഒരു സൂചനയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവൻ്റെ ഒരു വിചാരമുണ്ട് അവനിപ്പം വലിയ ആരോ ആയെന്നുള്ളൊരു തോന്നലിൻ്റെ ഒരു അംശമാണ് കാണിക്കുന്നത്. പിന്നെ നെസ്ലിനെ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ കാണുമായിരിക്കും, ഇഷ്ടമല്ലാത്തവരും ഈ വീഡിയോ കാണുമായിരിക്കും. എന്നിരുന്നാലും പറയേണ്ട കാര്യം നമ്മൾ പറയും. നമ്മളിപ്പോൾ ഒരാളെ ഡീഗ്രേഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ അധികം അങ്ങ് കൊമ്പത്തിക്കുന്ന ആൾ നമ്മൾ വലിച്ച് താഴെ ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതല്ല. ഉള്ള കാര്യം ഉള്ളതാണൊക്കെ അങ്ങ് പറയുന്നു. ഇതൊക്കെ ഒരു അഹങ്കാര പ്രവണതയാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. എന്തൊക്കെയോ ആകാൻ നേരത്തുണ്ടാകുന്ന ഒരു കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയൂലേ, അത് തന്നെയാണ് കാര്യം. ഒരു എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നാലും ഒരു താരപദവിയിലേക്ക് പോകാൻ നേരത്ത് ഇത്തിരി മൂത്ത ആൾക്കാരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. ഇതിപ്പോൾ ഇവ ഒന്ന് പിച്ച വെച്ചൊന്ന് കയറിയില്ലുള്ളൂ ഇങ്ങോട്ട്. ഇവനിപ്പോൾ ഒരു 2-3 പടങ്ങളൊക്കെയാണ് ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തെ അവൻ ഇത്രയ്ക്കൊരു അഹങ്കാരം തുടങ്ങിയെങ്കിൽ വലിയൊരു നടനാകുമ്പോൾ ഏത് രീതിക്കായിരിക്കും അവൻ്റെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ വീഡിയോ അവൻ കാണുമ്പോഴേ അവനത് മനസ്സിലാകത്തുള്ളൂ. അവന് കുറച്ചെങ്കിലൊക്കെ ഒരു ഇത് ചെയ്ത് തെറ്റാണെന്നുള്ള കാരണം ഒരു അപ്പോളജിസ്റ്റ് പ്രതീക്ഷ അവൻ്റെ കയ്യിൽ നിന്ന് അത് വേണം. അത് പിന്നെ വേറെ കാര്യമുണ്ട്, അവൻ ഇത് സിനിമയിലൊക്കെ നോക്കിയാൽ ഇവൻ്റെ ഇപ്പോൾ അഭിനയമൊന്നും അത്ര വലിയ ഒരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആലപ്പുഴ ജിംഖാന സിനിമ ഞാനും കണ്ടില്ല. അതിനകത്ത് ഇവൻ ഇത്തിരി ഒരു എന്തോ ഒരു ഫൺ കണക്കത്തൊരു കാരണം കാണിച്ച് വെച്ചിരിക്കുന്നത്. അത് ഓക്കെ. എന്നാലും ഭയങ്കര ഒരു അഭിനയം എന്ന രീതിക്കൊന്നും ഇവ ഒന്നും അങ്ങോട്ട് മറിക്കുന്നില്ല. അത് വേറൊരു സത്യമാണ്. ഈ യങ്സ്റ്റേഴ്സ് ഇഷ്ടപ്പെടുന്നതും യങ്ങായിട്ടുള്ള സ്കൂൾ കുട്ടികൾ, +2, കോളേജ് ഫസ്റ്റ് ഇയർ, ലാസ്റ്റ് ഇയർ, ആ രീതിക്കുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന റോളാണ് നസ്ലിൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മികച്ച അഭിനയമാണോ ഒരു അഭിനേതാവണമെന്നുള്ള രീതിക്കൊന്നും ഇവ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവനെ കുറച്ചെങ്കിലും ഞാൻ കണ്ടത് മറ്റേ കുരുതി സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടത്. അതിന് മാത്രമേ ഇവൻ കുറച്ചെങ്കിലും ഒരു നല്ലൊരു പെർഫോമൻസ് കാണിച്ചു. പ്രേമലുവിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ യങ്സ്റ്റേഴ്സിന് ഇമ്പ്രസ് ആക്കാനുള്ള ഒരു ശ്രമമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് അവൻ്റെ ഒരു സിനിമ ലൈഫും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ആയിക്കൊണ്ട് പോട്ട്. പിന്നെ ഇനിയെങ്കിലും ഇത്തരം ജാട പെരുത്തവന്മാരെ വളർത്തി വിടരുത്, ഇത്രേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം കിട്ടുമ്പം കുറച്ചൊക്കെ ഒന്ന് എളിമയാവാം. പണ്ട് ഇതേ കണക്ക് ഒരു ജാട പെരുത്തെടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഭയങ്കര ഒരു എളിമയും തേങ്ങയുടെ നടക്കണമെന്നൊക്കെ നമ്മൾ അറിയുന്നത് ആരെന്ന് പറഞ്ഞില്ല. അപ്പം എന്തോ ആയിക്കൊണ്ട് പോട്ട്. എന്നിരുന്നാലും ഇത്തരം പ്രവൃത്തികളൊന്നും ഇനി മേലിൽ ഒരിക്കലും കാണിക്കരുത്. ഇവനെയൊക്കെ വളർത്തിയവർക്ക് തന്നെ ഇവനെയൊക്കെ താത്തിയിടാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട. പിന്നെ ഇവനീ കാണിച്ചിരിക്കുന്ന ഈ രീതി ഒരു രീതിക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത, അല്ലെങ്കിൽ ശരി, അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയത്തക്ക രീതിക്കുള്ള ഒന്നും തന്നെ കാണുന്നില്ല. വളരെ മോശമായ ഒരു
പ്രവർത്തിയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരു അഹങ്കാരം, ഒരു ജാട, അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ളൊരു തോന്നൽ എന്നുള്ള രീതിക്കുള്ള ഒരു രീതി. ഇതിനപ്പുറത്തേക്ക് നെസ്ലിൻ്റെ ഈ പ്രവൃത്തിനെ ഒരു രീതിക്കും കൊണ്ടുപോയി കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ വളർന്നു വരുന്തോറും ഈ ഒരു അഹങ്കാരം കൊണ്ടാണ് ഇവ ഇനി മുന്നേറിപ്പോകാൻ വേണ്ടി പോകണമെങ്കിൽ അത് ഇവ എവിടെയും എത്താൻ വേണ്ടി പോകുന്നില്ല. അതിപ്പോൾ തന്നെ ജനങ്ങൾ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് അവനെ. ഒരു ഇഷ്ടപ്പെട്ടവർ പോലും ഇവനെ ഹേറ്റേഴ്സായിട്ട് മാറുന്നുണ്ട്. അത് ഇവൻ ചിന്തിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഹങ്കാരങ്ങളും ജാടയൊക്കെ നമുക്കൊരു സ്പേസ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് കാണിക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നുമല്ലത് കാണിക്കേണ്ട. ആറ്റിറ്റ്യൂഡ് കാണിക്കാം, പിന്നെ സംസാരത്തിൽ കൂടെ കാണിക്കുക എന്നും പറഞ്ഞ് ഒരാൾ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന നേരത്ത് ഇങ്ങനത്തെ ഈ തൊഴിഞ്ഞ രീതികൾ കാണിക്കുന്ന ഇതൊന്നും ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത്. ജനങ്ങളാണ് നിന്നെയൊക്കെ വളർത്തുന്നത്. നിന്നെയൊക്കെ വളർത്തി ഒരു സ്റ്റാർഡം തരുന്നതും ജനങ്ങളാണ്. അത് ആദ്യം മനസ്സിലുണ്ടാവണം. എന്നിട്ട് വേണം ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ്. നീ പണ്ടൊരു കാറും കൊണ്ട് ഒന്ന് നടന്ന് കാണിച്ചൊരു ഷോ ഞാൻ കണ്ടാണ്. അന്നേ ഞാൻ ഇവനെ ഓർത്താണ് ഇവൻ ഭയങ്കര ജാടയാണെന്നാണ്. എനിക്ക് അന്നേ മനസ്സിലായി. ഒരു കാറും കൊണ്ടുവന്നിട്ട് ഒരുമാതിരി കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ജാടയാണെന്നാണ്. അതിപ്പം പൂർണ്ണമായിട്ടും ഇത് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മളെല്ലാം കണ്ട് ഇവൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവനെ ആ കണ്ണിൽ കൂടെ നമ്മൾ കാണാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ അവ അങ്ങനെ കാണിക്കരുതായിരുന്നു. ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യങ് നടനാണ് നെസ്ലിൻ. അത് മനസ്സിലാക്കണം. ആ രീതിച്ചാണ് ഇത്രയും ഒരു കാണിച്ച. ഇപ്പം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു മൂർത്തമാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഞാൻ പറയും. ഒരു ഫോട്ടോ എടുത്തിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഇവന് ആകാശത്തിനോടായിട്ട് വീഴാൻ വേണ്ടി പോകണില്ലല്ലോ. അവനങ്ങ് പോയാൽ പോരെ. ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒന്ന് പിച്ച വെച്ചപ്പോൾ ഇത്ര ഒരു അഹങ്കാരമാണെങ്കിൽ കുറച്ചുകൂടെ കയറാൻ ഇവനൊക്കെ എടുത്ത് മലയാള ഇൻഡസ്ട്രി ഞാൻ മറിച്ചിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ ഡിമാൻഡുകൾ കൂടും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. അതുകൊണ്ട് നസ്ലിൻ നിർത്തിക്കോ നിൻ്റെ ഈ ഷോ ഓഫ്. ഒന്നും ഇവിടെ ആർക്കും കാണുന്നത് വേണ്ട. ഇവിടെ നിന്ന് നിർത്തിക്കോ. ഇത്ര തന്നെ പറയാനുള്ളത്. പിന്നെ ഇത് വെച്ച് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ഒക്കെ ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ ഇതുകൊണ്ട് റീച്ച് കിട്ടണമെന്നുള്ള താല്പര്യം എനിക്കില്ല. 10 പേര് കാണുമായിരിക്കും, അത് ഓക്കെ, കുഴപ്പമില്ല. അതങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയെങ്കിലും ഉള്ള യങ്സ്റ്റേഴ്സ് ഇവനൊന്നും കണ്ട് പഠിക്കരുത്. നിങ്ങളൊരു സെൽഫി വെക്കണമെങ്കിൽ സെൽഫി കൊടുക്കുക, പറ്റില്ലെങ്കിൽ നോ പറഞ്ഞ് മാന്യമായിട്ട് പോകുക. അല്ലെങ്കിൽ വിടറാ കൈയ്യടറാ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തുവാടാ കൈയ്യെടുക്കുക? നീയൊക്കെ ആരാ കൈയ്യെടുക്കാനായിട്ട്? ഇത്രേ പറയുന്നുള്ളൂ. ഇവൻ്റെയൊക്കെ ഈ പെരുപ്പം ചാടുന്ന ഇവിടെ നമുക്കിവിടെ ആർക്കും ഇവിടെ കാണണ്ട. ഇവനൊക്കെ ഇഷ്ടമായിരുന്നു. ഇവൻ്റെ പ്രേമലുവും മറ്റ് 18+ സിനിമയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തോടു കൂടി ഇവനെ ഒരു ഗ്യാപ്പിൽ നിർത്താൻ വേണ്ടി പോകണം ഞാൻ. ആ ഒരു കാര്യം വെച്ച് നസ്ലിൻ്റെ ഈ ഒരു ആക്ടിവിറ്റി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു കാര്യം വെച്ച് അതൊരു അഹങ്കാര പ്രവണതയായിട്ട് എനിക്ക് തോന്നിപ്പോയി. സോ അത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ഇനിയെങ്കിലും ഇമാതിരി കാണിച്ചു വെച്ചിട്ട് ഒരു സ്റ്റാർഡം കൊണ്ട് കളയരുത്. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. എത്ര വലിയ യങ് സൂപ്പർ സ്റ്റാർ എന്നാലും ഒരു നിലത്ത് നിൽക്കണം. കാരണം നിന്നെയൊക്കെ വളർത്തിയുള്ള ജനങ്ങളെ അവിടെ വളർത്തിയിരിക്കുന്നത്. ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ. സോ ഇതാണ് നസ്ലിൻ്റെ ആ ഒരു ഇഷ്യൂവിൽ എനിക്ക് പറയാനുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. എത്ര യങ്സ്റ്റേഴ്സ് ആയിരുന്നാലും നിലത്ത് നിൽക്കണം. നിന്നെയൊക്കെ ഉയർത്തിക്കൊണ്ട് ഇത്രയും ഒരു ഡെവലപ്പായി നിർത്തിയെങ്കിലേ അതിനുള്ള കൂറും കൂടെ കാണിക്കണം. ഫോട്ടോ എടുക്കാൻ വന്നാൽ ഫോട്ടോ കൊടുക്കണം. അങ്ങനെ അങ്ങ് പോകണം. അതാണ് വേണ്ടത്. പിന്നെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പിന്നെ ഇവിടെ വരാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നീ ആരും കൊടുക്കരുത്. നീ ആ ഒരു പുറകുന്ന പയ്യന്മാരെ കൊടുത്തിട്ടാണ് നീ ഇങ്ങോട്ട് സെൽഫി എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് നീ ആ രീതി കാണിച്ചത്. ഓക്കെ. അപ്പോൾ ഇതാണ് നെസ്ലിൻ്റെ ഈ ഒരു മോശമായ ആക്ടിവിറ്റിയിലേക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ. ഇത്ര പറയാൻ വേണ്ടി കൂടെ ഒന്നും പറയുന്നില്ല. സോ ഒരു വളരെ മോശം പ്രവൃത്തിയായിപ്പോൾ നെസ്ലിനെ കാണിച്ചത്. ഇത്രയുള്ളൂ പറയാനായിട്ട്.